മൂന്നാം തവണയും ഭരണത്തിലേക്കെന്ന അവകാശവാദത്തിനിടെ ബംഗാൾ ആവർത്തിക്കരുതെന്ന് ഓർമ്മിപ്പിച്ച് സിപിഎം സംഘടനാ റിപ്പോർട്ട്. രണ്ടാം പിണറായി സർക്കാരിലെ ചില മന്ത്രിമാർ പ്രതീക്ഷയ്ക്കൊത്തുയർന്നില്ലെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ. നേതാക്കന്മാർക്ക് ജനസ്വാധീനം നഷ്ടമായെന്നും സംഘപരിവാർ വളർച്ചയെ ഗൌരവമായി കാണണമെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രവർത്തനം സംബന്ധിച്ച വിലയിരുത്തലുകളുടെ ഭാഗത്താണ് മന്ത്രിമാരിൽ ചിലർ വിചാരിച്ച രീതിയിൽ ഉയർന്നില്ല എന്ന വിമർശനമുള്ളത്. രണ്ടാം സർക്കാരിലും മുഖ്യമന്ത്രിയുടേത് മികച്ച പ്രകടനമാണ്. പാർട്ടിയിലെ ഒരു കൂട്ടം സഖാക്കളിൽ ഇപ്പോഴും വിഭാഗീയ പ്രവണതയുണ്ട്. ഇതുമൂലമാണ് പ്രാദേശികമായ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത്. ഭരണത്തുടർച്ചയിൽ ബംഗാളിലുണ്ടായ വീഴ്ച കേരളത്തിൽ ആവർത്തിക്കരുത്. പാർട്ടി കേഡർമാർ വിനീതദാസന്മാരാകണം. തുടർഭരണം ജനങ്ങളെ ആകർഷിച്ചപ്പോൾ സംഘടന ജനങ്ങളിൽ നിന്നകന്നു. വോട്ട് കണക്ക് പോലും തെറ്റുന്നത് ജനങ്ങളുമായി ബന്ധമില്ലാത്തതിന്റെ തെളിവാണെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. സിപിഎമ്മിനെ ഇല്ലാതാക്കാൻ സംഘപരിവാർ ദീർഘകാല ഹ്രസ്വകാല പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. സംഘപരിവാർ ശക്തികൾ സ്ത്രീകളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നു. ആരാധനാലയങ്ങളിലെ വനിതാ കൂട്ടായ്മ ഇത്തരത്തിലുള്ളതാണ്. സോഷ്യൽ മീഡിയ ഫാൻസിനെ കൂട്ടാൻ മാത്രമാകരുത്. മന്ത്രിമാരായ വി എൻ വാസവൻ, പി രാജീവ്, കെ എൻ ബാലഗോപാൽ, പി എ മുഹമ്മദ് റിയാസ്, സജി ചെറിയാൻ എന്നിവർക്ക് റിപ്പോർട്ടിൽ പ്രശംസയുണ്ട്. തോമസ് ഐസക്കും എം സ്വരാജും അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കൂടുതൽ പങ്കെടുക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. ഇ പി ജയരാജൻ ഇടക്കാലത്ത് പാർട്ടി യോഗങ്ങളിൽ സജീവമല്ലായിരുന്നുവെന്നും സമ്മേളനകാലത്ത് സജീവമായി എന്നും റിപ്പോർട്ട് പറയുന്നു. കഴിഞ്ഞ 3 വർഷത്തെ പാർട്ടിയുടെയും പാർട്ടി നേതാക്കന്മാരുടെയും സർക്കാരിന്റെയും പ്രവർത്തനങ്ങൾ ഇഴകീറി പരിശോധിക്കുന്നതായിരുന്നു എം.വി. ഗോവിന്ദൻ അവതരിപ്പിച്ച സംഘടനാ പ്രവർത്തന റിപ്പോർട്ട്. റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് നാളെ വൈകിട്ട് എം.വി. ഗോവിന്ദൻ മറുപടി നൽകും. കൊല്ലത്ത് സമ്മേളന നഗരിയിൽ നിന്ന് ക്യാമറമാൻ ബിജു മടവൂരിനൊപ്പം സൈഫ് സൈനുലാബ്ദീൻ, മീഡിയ 1.